മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ കുരുക്കുമുറുകുന്നു. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിനെതിരായ സാമ്പത്തിക കേസ് അന്വേഷണം കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതര തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ കോർപ്പറേറ്റ് മന്ത്രാലയം കൈമാറി. 8 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അഡല്ലിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘത്തെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ ഉന്നതതല ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടാകും. ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി നിശ്ചയിച്ച് ഉത്തരവിറങ്ങിയിട്ടുണ്ട്. എക്സാലോജിക്കിന്റേത് ഗുരുതരമായ കുറ്റകൃത്യമെന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് SFIOയ്ക്ക് അന്വേഷണം കൈമാറിയത്. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉന്നത തലത്തിലുള്ള അന്വേഷണമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രതിപട്ടികയിലുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഏജൻസിയാണിത്. മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണ പരിധിയിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ CMRLും ഉൾപ്പെടും. പ്രതികളെ അന്വേഷണ ഘട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള SFIOയുടെ അന്വേഷണം തടയാനുള്ള നിയമപരമായ നടപടികളും മുഖ്യമന്ത്രി ആലോചിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരിൽ നിന്നും അഭിപ്രായം തേടിയാകും ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുക. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിശ്വസ്തനായ CM രവീന്ദ്രനെ രക്ഷിച്ചെടുക്കാൻ നിയമവിദഗ്ധരുടെ പ്രത്യേക സമിതിയെ തന്നെ മുഖ്യമന്ത്രി നിയോഗിച്ചിരുന്നു. ഇതിന് സമാനമായ മുൻകരുതലാണ് SFIOയുടെ അന്വേഷണം നേരിടാനും മുഖ്യമന്ത്രി കൈക്കൊള്ളുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് കിട്ടിയാലും വിദഗ്ധ സമിതിയുടെ ഉപദേശപ്രകാരമേ വീണ അന്വേഷണ ഏജൻസിക്ക് മുന്നിലെത്തുകയുള്ളൂ. അതേസമയം വീണയെ ക്ലിഫ് ഹൗസിലോ മറ്റ് താമസയിടങ്ങളിലോ എത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. വീണയുടെ കമ്പനിക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL ഒരു സേവനവും ലഭ്യമാകാതെ തന്നെ വൻതുക കൈമാറിയെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. എക്സാലോജിക്കും CMRLും KSIDCയും നൽകുന്ന മൊഴികൾ കേസിൽ നിർണായകമാണ്. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേട് വ്യക്തമായ സാഹചര്യത്തിൽ അന്വേഷണം SFIOയ്ക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിൽ കോടതി കേന്ദ്ര നിലപാട് ആരായുകയും ചെയ്തു. ഹർജി 12-ന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് അന്വേഷണം SFIOയ്ക്ക് കൈമാറി കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. BJPയിൽ ചേർന്ന PC ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും ശക്തമായ ഇടപെടലാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഇപ്പോൾ വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. മതവിദ്വേഷ പ്രസംഗ കേസിൽ തന്നെ ജയിലിലടച്ച പിണറായി വിജയനെ ഒരു ദിവസം താനും ജയിലിലടയ്ക്കുമെന്ന് PC ജോർജ് പത്രസമ്മേളനത്തിൽ വെല്ലുവിളിച്ചത് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. BJPയിൽ ചേരാൻ ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയ PC ജോർജ് പാർലമെന്ററി താൽപര്യത്തെക്കാൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായ കേസിൽ കേന്ദ്ര സർക്കാരിന്റെ സർവ്വ പിന്തുണയും തേടുകയാണ് ചെയ്തത്. നിയമസഭയിൽ തന്റെ മകൾക്കെതിരായ സാമ്പത്തിക അന്വേഷണത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് സംസാരിക്കേണ്ടി വന്നത് PC ജോർജിന് കുറച്ചൊന്നുമല്ല ആശ്വാസമേകുന്നത്. തനിക്കും കുടുംബത്തിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വ്യാജമാണെന്നും ഒരു ആരോപണവും ഏശില്ലെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. നേരത്തെ തന്റെ വീടിനെ കുറിച്ചായിരുന്നു കഥ, പിന്നെ ഭാര്യയെ ലക്ഷ്യമിട്ടു. ഇപ്പോൾ മകൾക്ക് നേരെയാണ്. മകൾ ബാംഗ്ലൂരുവിൽ കമ്പനി തുടങ്ങിയത് അവളുടെ അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശിനാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു മാനസിക കുലുക്കവുമില്ലെന്നും പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് മകൾ ബിസിനസ് തുടങ്ങിയതെന്ന് വെളിപ്പെടുത്തിയതോടെ അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയുടെ അക്കൗണ്ട് വിവരങ്ങളും പരിശോധിച്ചേക്കാം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ മകളെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് CPIM അപലപിച്ചെങ്കിലും പഴുതടച്ചുള്ള നീക്കങ്ങളിൽ ഇടത് നേതൃത്വം അസ്വസ്ഥരാണ്.